പത്തനംതിട്ട തിരുവല്ല ചാത്തേങ്കരിയിൽ SNDP ശാഖയുടെ ഉടമസ്ഥതയിലുള്ള സ്കൂൾ വ്യാജരേഖ ചമച്ച് SN ട്രസ്റ്റിന് കീഴിലേക്ക് മാറ്റാൻ ശ്രമമെന്ന ആരോപണം. വെള്ളാപ്പള്ളി നടേശനും കൂട്ടാളികൾക്കും അഴിമതി നടത്താനാണിതെന്ന് ആരോപിച്ച് ശാഖായോഗം പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. തിരുവല്ല ചാത്തേങ്കരിയിൽ 102 നമ്പർ SNDP ശാഖയുടെ കീഴിലാണ് SNDP ഹൈസ്കൂൾ പ്രവർത്തിക്കുന്നത്. തിരുവല്ല യൂണിയൻ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വ്യാജരേഖ ചമച്ച് ഈ സ്കൂൾ SN ട്രസ്റ്റിന് കീഴിലേക്ക് മാറ്റാൻ ശ്രമം നടക്കുന്നുവെന്നാണ് ശാഖായോഗം പ്രവർത്തകരുടെ ആരോപണം. 5 വർഷം മുൻപ് പിരിച്ചുവിട്ട ശാഖയ്ക്ക് സ്കൂളിൽ നിയമനങ്ങൾ നടത്താൻ അധികാരമില്ലെന്നാണ് യൂണിയൻ നേതൃത്വം പറയുന്നത്. എന്നാൽ നിയമനം നടക്കാൻ പോകുന്ന 5 അധ്യാപക തസ്തികകളിലേക്ക് പണം വാങ്ങാനാണ് ഈ അട്ടിമറി ശ്രമമെന്ന് ശാഖായോഗം പ്രവർത്തകർ പറയുന്നു. ഒരു നിയമനം നടന്ന് 32 ലക്ഷം രൂപ വന്നു കഴിഞ്ഞപ്പോൾ ഇനിയും അടുത്ത വർഷം 5 ടീച്ചർമാരാണ് റിട്ടയർഡ് ആവുന്നത്. ആ 5 ടീച്ചർമാർക്ക് നിയമനം വരുമെന്നറിയാവുന്നത് കൊണ്ട് ഏതെങ്കിലും കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങിക്കാം എന്ന ധാരണയോടുകൂടി തന്നെ ബഹുമാനപ്പെട്ട യോഗം ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ബിനാമിയായ ശ്രീമാൻ മധു പരുമലയും അദ്ദേഹത്തിന്റെ കൂടെ സിൽബന്ധിയായി നിൽക്കുന്ന PS വിജയൻ. ഈ PS വിജയൻ എന്ന് പറയുന്ന വ്യക്തി വളരെ കാലം മുമ്പ് യൂണിയൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹം വളരെ ചെക്ക് കേസുകളിൽ പ്രതിയാകുകയും ഒന്നിലധികം ആൾക്കാരെ ഇതുപോലെ തന്നെ നിയമനം നടത്താമെന്നും ഓരോ സ്കൂളിൽ നിയമനം നടത്താമെന്നും അഡ്മിഷൻ നടത്താമെന്നും പറഞ്ഞുകൊണ്ട് വളരെയധികം കോഴ വാങ്ങുകയും ഓരോരുത്തർക്ക് ജോലി വാഗ്ദാനം ചെയ്ത് ഒരുപാട് ചെക്ക് കേസുകളിലെ പ്രതിയാണ് ഇപ്പോൾ യൂണിയൻ സെക്രട്ടറി മധു പരുമലയ്ക്ക് കൂട്ടുവെക്കുന്ന PS വിജയൻ. അടിസ്ഥാന സൗകര്യമില്ലെന്ന പേര് പറഞ്ഞ് നേതൃത്വം അവഗണിച്ചിട്ടിരുന്ന സ്കൂളിനോട് യൂണിയൻ നേതൃത്വത്തിന് പെട്ടെന്നുണ്ടായ സ്നേഹവും ശാഖായോഗം പ്രവർത്തകർ ചോദ്യം ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കച്ചവട കേന്ദ്രമാക്കാൻ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കെയാണ് ശാഖായോഗം പ്രവർത്തകർ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.